Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, ready ആയോ നോക്ക് എല്ലാവരും? നിങ്ങള് ഉദ്ദേശിച്ചിരുന്ന മിസ്സായില്ലല്ലോ കയറിയത്, അതുകൊണ്ട് നോട്ടൊക്കെ റെഡി ആയിട്ട് എടുത്തോണ്ട് വന്നോ? നോക്കിയോ? നമ്മള് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ മെഡിക്കൽ ടെർമിനോളജി ആണ്. മെഡിക്കൽ ടെർമിനോളജിയുടെ ടോപ്പിക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ പെട്ടെന്ന് പോയി എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സമയം കിട്ടുമ്പോ ഞാൻ ചിലപ്പോ ഇടയിലൊക്കെ കയറി വരും എന്നൊക്കെ അല്ലെ. അതനുസരിച്ച് കയ്യില് ഉണ്ടോ നോക്ക്. റെഡിയാണല്ലോ? എവിടെ വരെ നമ്മൾ എടുത്തു വല്ല ഡിവാർഡുണ്ടാ? എവിടെ വരെ എടുത്തുവെന്നെങ്കിലും അറിയോ? ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. മെഡിക്കൽ ടെർമിനോളജിയില് നമ്മള് ആ ചാപ്റ്ററിൽ എവിടെ വരെ എടുത്തു? 52 റൂട്ട് വേർഡ് 52 വരെ എടുത്തു എന്നാണ് എനിക്കും തോന്നുന്നത്. നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരാൾ പറഞ്ഞു അവിടെ വരെയാണ് എടുത്തേക്കണേന്ന്. എല്ലാവരും അവിടെ വരെ എത്തിയോ? വായിച്ച് ഓക്കെ, യെസ്. അപ്പൊ അവിടെ വരെ നമ്മൾ എടുത്തേ. അപ്പൊ നമുക്ക് അടുത്തേക്ക് ബാക്കി റൂട്ട് വേർഡ്സ് കൂടി നമുക്ക് നോക്കാം. കുറച്ചുകൂടി റൂട്ട് വേർഡ്സ് ഉണ്ട്. അത് കൂടാതെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അബ്രിവിയേഷൻസ് ഉണ്ട്. കുറെയൊക്കെ മനസ്സിലാക്കി വെക്കാം. പറയുന്നത് മാർക്ക് ചെയ്യാൻ പറയുന്നത് മാത്രം നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഏതൊക്കെയാണ്? REN റിനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി ആണത്. അപ്പൊ REN എന്ന് പറയുന്ന ആ ഷോർട്ട് വേർഡ്, ദാറ്റ് മീൻസ് ദ റൂട്ട് വേർഡ്, അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ലെറ്റേഴ്സ് ആണ് REN. അപ്പൊ കിഡ്നി അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരിക കേട്ടോ. ആ റൂട്ട് വേർഡ് REN എന്ന് പറയുന്ന റൂട്ട് വേർഡ് കിഡ്നി ആണ്. നമ്മൾ കേട്ടിട്ടുണ്ട് കിഡ്നി റീപ്ലേസ്മെന്റ് തെറാപ്പി ഒക്കെ നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതൊരു നെഫ്രോളജി അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ അങ്ങനെ ഒരു വേർഡ് കേട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അടുത്തത് റെറ്റിന, അത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നർ നെർവ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ലെയർ ഓഫ് ഐ, കണ്ണിന്റെ ഒരു ലെയർ, അതിന്റെ ഒരു ഇന്നർ നെർവ് ആണ്, ഉള്ളിലുള്ള ഒരു നെർവ് ആണ്. അതിനെയാണ് നമ്മൾ റെറ്റിന എന്ന് വിളിക്കുക. റെറ്റിന ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ണിന്റെ സ്ട്രക്ചറും വരയ്ക്കുകയും അതുപോലെ തന്നെ അതിൽ ഓരോ പാർട്സ് ഒക്കെ ലെവലിയും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് സാങ്കു, SANGU, സാങ്കു ബ്ലഡ് എന്നാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് സെബം ആണ്. സെബം ഇറ്റ്സ് എ ഫാറ്റി സെക്രീഷൻ ഓഫ് ദ സെബേഷ്യസ് ഗ്ലാൻഡ്. അതായത് സെബം പുറപ്പെടുവിക്കുന്ന ഗ്ലാൻഡുകൾ എന്ത് ചെയ്യുന്നത്? ഒരു തരം ഒരു ഫാറ്റി സെക്രീഷൻ ആണ്. ഒരു എന്തോ ഒരു ഡിസ്ചാർജ്, ഒരു ഇച്ചിരി എന്താ പറയാ കൊഴുപ്പ് പോലത്തെ എന്ന് പറഞ്ഞ ഒരു സെക്രീഷൻ വരുന്നുണ്ട്. അതിനെയാണ് സെബം എന്ന് വിളിക്കുക. ഗ്ലാൻഡുകളിൽ നിന്നും പുറപ്പെടുന്നതാണ്. സെക്ട്, SECT, സെക്ട് കട്ട് എന്നാണ് അതിന്റെ മീനിങ് വരിക. സെക്ട് കട്ട്. Sepsis, SEPSIS, the presence of microorganisms or the toxins in blood in their presence. അതായത് presence, അതായത് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ അതിന്റെ ടോക്സിറ്റി ബ്ലഡിൽ ഉണ്ടാകുന്നത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് സെപ്സിസ്, SEPSIS എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സെപ്സിസ്, the presence of microorganisms or their toxins in blood, ബ്ലഡിൽ ഉണ്ടാകുന്ന അതിന്റെ ടോക്സിറ്റി. അത് മൈക്രോ ഓർഗാനിസംസ് ബ്ലഡിൽ ഉണ്ടാകുന്നത് കൊണ്ട് ആ ബ്ലഡിന് ഉണ്ടാകുന്ന ഒരു വിഷകരമായിട്ടുള്ള ഒരവസ്ഥ. നെക്സ്റ്റ് സെപ്റ്റ് ആണ്, SEPT, വാൾ അല്ലെങ്കിൽ ഡിവൈഡർ എന്നാണ് വിളിക്കുക. വാൾ, ഇത് വേർതിരിക്കുന്നതിനെയാണ് നമ്മൾ ഡിവൈഡർ എന്ന് വിളിക്കുക. ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തെയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് അത് വാൾ ആണ് അല്ലെങ്കിൽ ഡിവൈഡർ ആണ്. അതാണ് സെപ്റ്റ്. സെറം, ക്ലിയർ പോർഷൻ ഓഫ് ബോഡി ഫ്ലൂയിഡ്, ബോഡിയിൽ നിന്നും പുറപ്പെടുന്ന ഫ്ലൂയിഡുകളിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളത്, മറ്റേ ഫാറ്റി പോലത്തെ സബ്സ്റ്റൻസ് അല്ല, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതാണ് സെറം എന്ന് ഉദ്ദേശിക്കുന്നത്. Then sinus, SINUS, it's cavity, channel, hollow space
പൊള്ളയായ സ്ഥലം എന്നൊക്കെ അതിന് മീനിങ് ഉണ്ട്. SINUS സൈനസ്, ക്യാവിറ്റി അല്ലെങ്കിൽ ചാനൽ, ഹോളോ സ്പേസ്. SOM SOMA/A ഉണ്ട്. ബോഡി എന്നാണ് അതിന്റെ മീനിങ് വരിക. SOM/A ബോഡി. അടുത്തത് സ്പിർ, SPIR. സ്പിർ എന്ന് പറയുന്നത് കോയിൽ, ചുറ്റിയിരിക്കുന്നത്. ഇത് കോയിൽ എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ വെർബായിട്ട് ഉപയോഗിക്കും. കോയിൽ ചെയ്യുക എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ചുറ്റുക എന്നർത്ഥം. ഓക്കെ, അപ്പൊ കോയിൽ എന്നാണ് അതിന്റെ നൗൺ ഫോം ആയിട്ടാണ് SPIR ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റാസിസ്, STASIS. സ്റ്റാസിസ്, സ്ലോയിങ് ഓർ സ്റ്റോപ്പിംഗ് ഓഫ് നോർമൽ ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ് ഓർ ബ്ലഡ്. ബ്ലഡ് അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഫ്ലൂയിഡുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ അതിനെ എന്താ പറയാ, ഒരു നോർമൽ സ്റ്റേജിലേക്ക് അതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലോ ചെയ്യിപ്പിക്കുക. ഒരു സാധാരണ നോർമൽ രീതിയിൽ ഫ്ലോ ചെയ്യുന്ന ബ്ലഡിനെയോ മറ്റു ഫ്ലൂയിഡുകളെയോ സ്ലോ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക. ആ ഒരു ഇതിനെയാണ് സ്റ്റേറ്റസ് വിളിക്കുക. STASIS. സ്റ്റേച്ചർ, STATURE. ഹൈറ്റ് എന്നാണ് അർത്ഥം. സ്റ്റേച്ചർ, ഹൈറ്റ് എന്നാണ് അതിന്റെ മീനിങ്. അടുത്ത സ്റ്റേൺ, STERN. സ്റ്റേൺ, സ്റ്റേണം. ബ്രസ്റ്റ് ബോണിനെയാണ് സ്റ്റേണം അല്ലെങ്കിൽ സ്റ്റേൺ എന്ന ഒരു റൂട്ട് വേർഡ് സൂചിപ്പിക്കുക. ബ്രസ്റ്റ് ബോൺ. Okay, stoma. It's a tiny opening in any part of the surface of our body. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചെറിയ പോർസ് ആകാം, ചെറിയ സുഷിരങ്ങളെ അതാകാം, അല്ലെങ്കിൽ ചെറിയ ഓപ്പണിംഗ്. നമുക്കറിയാം നമ്മുടെ യൂറിൻ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെറിയ ഓപ്പണിംഗ്, അതിനെയാണ് നമ്മൾ സ്റ്റൊമ എന്ന് വിളിക്കുക. ടാക്ട് എന്ന് പറയുന്നത് ടച്ച്, ടാക്ട്, ടാക്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്പർശന ശേഷിയുള്ളത് എന്നാണ്. അപ്പൊ അതിന്റെ ടച്ച് എന്ന് പറയുന്ന ഇതൊരു ഭാഗമാണ് റൂട്ട് വേർഡ് ആയിട്ട് വരുന്നത്. അതിന്റെ മീനിങ് ആണ് ടച്ച്, തൊടുക, തൊടൽ എന്നൊക്കെ പറയില്ലേ, ടച്ച്. അതാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട വേർഡുകൾ ഒന്ന് വേഗം മാർക്ക് ചെയ്യാം കേട്ടോ. റെൻ, REN, റെൻ. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റൊക്കെ കേട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് മാർക്ക് ചെയ്യുക. റെൻ, റെറ്റിന, റെൻ, പിന്നെ റെറ്റിന. Sect, SECT, sect. Next one. Sinus, SINUS, sinus. Then stoma, stoma and tact, TACT, tact. Mark ചെയ്തോ? 6 എണ്ണം മാർക്ക് ചെയ്തോ നോക്കിയേ. 6 എണ്ണം. യെസ്, 6 ആണ്. നമ്പർ വേണമെങ്കിൽ പറയാം. അതിന്റെ നമ്പർ 53, 54, 57, 61, 67 ആൻഡ് 68. അത്രയുമാണ് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പേജില് അതിന്റെ ബാക്കി ഭാഗം കുറച്ചുകൂടി ഉണ്ട്. നമ്മുടെ റൂട്ട് വേർഡ്സിൽ കുറച്ചുകൂടി വന്നതാണ്. ടെട്ര. ടെട്ര മീൻസ് 4, 4 എണ്ണം എന്നതിനെ സൂചിപ്പിക്കാൻ ടെട്ര എന്ന് പറയും. ടെട്ര, TETRA, 4 ആണ് അതിന്റെ മീനിങ്. അടുത്ത ടോം, TOM, ടോം, കട്ട്. സെക്ട് എന്ന് പറയുന്നതിന്റെ അതേ മീനിങ് വരുന്ന മറ്റൊരു റൂട്ട് വേർഡ് കൊണ്ടിട്ട് TOM, ടോം ആണ്. ടോക്സിക്, പോയിസണസ് എന്നാണ് അതിന്റെ മീനിങ്. വിഷകരമായത്, വിഷമുള്ളത് എന്നൊക്കെ. ടോക്സിക്. ട്രിച്ച്, TRICH, അത് ഹെയറിനെ സൂചിപ്പിക്കാനുള്ള റൂട്ട് വേർഡ് ആണ്. TRICH, ട്രിച്ച്. UR, യൂറിൻ അല്ലെ, യൂറിൻ ബന്ധമായിട്ടുള്ളതാണ്. അത് ലെറ്ററിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത VARIC, വെരിക്, വെരിക്കോസ് വെയിൻ എന്ന് നമുക്കറിയാം. അതും ഒരു തരം ഒരു എന്താ പറയാ, ഒരു സിംറ്റം ആണ് അല്ലെ. നമ്മുടെ വെയിൻസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര തടിച്ചൊക്കെ വരിക. വെരിക്കോസ് വെയിൻ, അതിനെ സൂചിപ്പിക്കാനുള്ള റൂട്ട് വേർഡ് VARIC. Vertigo, vertigo is a disorder sensation in which one's body or surroundings are seen moving. ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഇങ്ങനെ എന്തോ അങ്ങനെ ചുറ്റിങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ ചില സമയത്ത് ചിലർക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതൊരു തരം ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യുന്നതാണ്. അത് ചിലപ്പോ ബ്രെയിനിന്റെ എന്തെങ്കിലുമൊക്കെ ബാലൻസിങ്ങിന് ഒക്കെ ചിലപ്പോൾ എഫക്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നുന്നത്. VERTIGO, ആ ഒരു ഇതിനെയാണ് നമ്മൾ VERTIGO, വെർട്ടിഗോ എന്ന് പറയുന്ന റൂട്ട് വേർഡ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് വിസ്കർ, വിസ്കർ, VISCER, ഇന്റേണൽ ഓർഗൻ, ആന്തരിക അവയവം, അതാണ് വിസ്കർ. വിസ്കോസ് അതുപോലെ തന്നെ സ്റ്റിക്കി എന്നാണ് അർത്ഥം. ഒട്ടുന്നത്, സ്റ്റിക്ക് ചെയ്യുന്നത്, എവിടെയെങ്കിലും ചെന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുക, അത് അങ്ങനെയുള്ള കാര്യമാണ്. സെൻ, XEN, സെൻ, പോറിൻ എന്നാണ് അതിന്റെ മീനിങ്. സെൻ അതുപോലെ തന്നെ XER, സെർ, ഡ്രൈ എന്നാണ് അതിന്റെ മീനിങ് വരിക. XER, സെർ, ഡ്രൈ. അതുപോലെ തന്നെ XEN, ഫോറിൻ ആണ്.
അപ്പൊ ഇത്രയും റൂട്ട് വേർഡുകളാണ് നമുക്കുള്ളത്. 79 റൂട്ട് വേർഡുകൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ 79 റൂട്ട് വേർഡ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. അതിൽ ചിലത് മാത്രമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്തേക്ക. ഒന്നാമത്തെ ടോക്സിക് റൂട്ട് വേർഡ്സില് ഈ പേജില് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് 71st ടോക്സിക് എന്ന് പറയുന്ന വേർഡ്. വെർട്ടിഗോ മാർക്ക് ചെയ്യാം. വിസ്കർ VISCER വിസ്കർ ഇന്റേണൽ ഓർഗൻ. 3 എണ്ണാണ് ഈ ഒരു പേജില് നിങ്ങൾക്ക് റൂട്ട് വേർഡ് മാത്രമായിട്ട് മാർക്ക് ചെയ്യാനുള്ളത്. 71, 75 ആൻഡ് 76. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്നത് മാത്രമേ നമ്മൾ എന്താ പറയാ കുറച്ച് കൂടുതൽ പ്രാവശ്യമൊക്കെ പറയുന്നുള്ളൂ. അതുപോലെ നമുക്ക് ഓരോ പ്രാവശ്യം അത് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിക്കാനേ പറ്റുള്ളൂ. ഇതിന്റെ മീനിങ്ങും അതുപോലെ തന്നെ എക്സ്പാൻഡഡ് ഫോമും ഒക്കെ അങ്ങനെ തന്നെ പഠിക്കണം. അതിൽ മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് ആണ് നിങ്ങളോട് മാർക്ക് ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ള ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാനായിട്ട് തരുന്നത് കേട്ടോ. അടുത്ത അബ്രീവിയേഷൻസ് ആണ്, ഷോർട്ട് ഫോംസ്. അബ്രീവിയേഷനും അതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. ഒന്നാമത്തെ A and B, അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ്. അനാട്ടമി ആൻഡ് ഫിസിയോളജിയെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ A and P ആണ്. അടുത്തത് എന്നിട്ടിട്ട് ഒരു ഹൈഫൻ ഉണ്ട് ബിഫോർ. അതായത് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതുമ്പോ ഡോക്ടേഴ്സ് ചിലപ്പോഴൊക്കെ ഈ A ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഹൈഫൻ ബിഫോർ എന്നതിനെ സൂചിപ്പിക്കാൻ ആ വേർഡ് മുഴുവൻ എഴുതാനതിന് പകരം അവർ ഉപയോഗിക്കുന്ന ഒരു അബ്രീവിയേഷൻ ആണ് A എന്ന് പറയുന്നത് ഒരു ഹൈഫൻ. അടുത്തത് A ഹൈഫൺ വീണ്ടും A ഹൈഫൺ. അതെന്താ? ഓഫ് ഈച്ച്. ഇതിൽ ഈച്ച് ഓരോന്നിൽ നിന്നും എന്നൊക്കെ കാണിക്കൂലേ പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോഴാണ് അതും ഡോക്ടേഴ്സ് ഉപയോഗിക്കാം. ഈ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന അബ്രീവിയേഷൻസിലെ ക്യാപിറ്റൽ ലെറ്റർ ഇപ്പൊ A and P ആദ്യത്തെ, പിന്നെ ABG കണ്ടല്ലോ, അതൊക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അതിനൊക്കെ ഓരോ ലെറ്ററിന് അതിന്റെ എന്തുണ്ട്, ലെറ്ററിനെ സൂചിപ്പിക്കുന്ന ഓരോ വേർഡ് ഉണ്ട്. അല്ലാത്തതൊക്കെ ചിലപ്പോൾ ഷോർട്ട് ആയിട്ട് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് ഹാൻഡ് റിട്ടൺ പോലത്തെയുള്ള അബ്രീവിയേഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ABD അബ്ഡമൻ, സ്റ്റൊമക്കിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡ് അബ്ഡമൻ. ABD എന്നാണ് അതിനെ ഷോർട്ട് ആയിട്ട് പറയാ. ABG കണ്ടല്ലോ, അതെല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസ്. A for arterial, B for blood and G for gas. അപ്പൊ ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസിനെ സൂചിപ്പിക്കാൻ ABG ഉപയോഗിക്കുന്നു. AC സ്മോൾ ലെറ്റേഴ്സ് ആണ്, ബിഫോർ മീൽസ് എന്ന് കാണിക്കാനാണ്. അതായത് ഭക്ഷണത്തിന് മുമ്പ് പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് തരുമ്പോ എന്താ പറയാ, അവര് ഭക്ഷണത്തിന് ശേഷം മുൻപ് എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് ആയിട്ട് എഴുതി തരും. മലയാളത്തിൽ ഇങ്ങനെ എഴുതി തരും, ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതി തരും. പക്ഷെ അത് അവര് തമ്മിൽ ഡോക്ടേഴ്സ് നഴ്സുമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പൊ അവര് എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അത് ഫാർമസിയിൽ കൊണ്ടുചെല്ലും. ഫാർമസിയിൽ അത് നോക്കിയിട്ടാണ് മരുന്ന് എടുക്കുന്നത്. മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഴുതി തരുമ്പോ ഇവിടെ ഇങ്ങനെ AC എന്ന് എഴുതിയാൽ ബിഫോർ മീൽസ്, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതാണ്. അപ്പൊ അവർക്കത് മനസ്സിലായി. പക്ഷെ അത് നമുക്ക് AC എന്ന് എഴുതിയാൽ മനസ്സിലാവൂല. നമ്മൾ വേറെ ഏതെങ്കിലും AC അന്വേഷിച്ചു പോകും. ഓക്കെ, അത് ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്നാണ് ഇതിന്റെ മീനിങ്. ADLIB ആഡ് ലിബ് ആസ് മച്ച് ആസ് ഡിസയേർഡ്, ആവശ്യത്തിന് എന്നൊക്കെ പറയില്ലേ, ആസ് മച്ച് ആസ് ഡിസയേർഡ്, അതിന് ആവശ്യത്തിനുള്ളത് എന്നൊക്കെയാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരിക. അതൊക്കെ ഈ പ്രിസ്ക്രിപ്ഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് പ്രിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കുന്നതുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം അല്ല, പക്ഷെ അതിന് പകരം അവർ കുഞ്ഞായിട്ട് നമ്മളിപ്പോ പല മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്താ പറയാ സെൻഡ് ചെയ്യുമ്പോ ഇത് നമ്മളുടെ എന്താ പറയാ ലിറ്റററി അതിന്റെ ഒരു ലാംഗ്വേജിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുള്ളൂ ആ ഒരു വേർഡ്. അല്ലാതെ കോമൺ ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഷോർട്ട് ഫോംസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ പക്ഷെ അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഹോസ്പിറ്റൽസിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ലാംഗ്വേജ് ഷോർട്ട് ആയിട്ട് എഴുതിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ A ഹൈഫൺ A ഹൈഫൺ വീണ്ടും അതും അതുപോലെ ഓഫ് ഈച്ച്. ABD അബ്ഡോമനെ സൂചിപ്പിക്കാൻ, AC ബിഫോർ മീൽസിനെ സൂചിപ്പിക്കാൻ, ADLIB എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് ഡിസയേർഡ് എന്നതിനെ സൂചിപ്പിക്കാനാണ്. ഇതിനകത്ത് ആകെ 2 മാർക്ക് ചെയ്യാനുള്ളൂ. ഈ പേജിലെ അബ്രിവേഷനിലെ 2 ABGയും ACLS. ABG ആർട്ടറിയൽ ബ്ലഡ് ഗ്യാസും അതുപോലെ ACLS അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. മാർക്ക് ചെയ്തോ? ഓക്കെ, 2 ഉള്ളൂ. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. ADL ആക്ടിവിറ്റി ഓഫ് ഡെയിലി ലിവിംഗ്. AED ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത് AED എന്നതിന്റെ എക്സ്പാൻഡഡ് ഫോം ആണ്. AF
ആർട്രിയൽ ഫൈബ്രിലേഷൻ. ആർട്രിയൽ ഫൈബ്രിലേഷനെ സൂചിപ്പിക്കാനാണ് AF ഉപയോഗിക്കാം. അടുത്തത് AIDS, എയ്ഡ്സ് അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോമിനെ സൂചിപ്പിക്കുന്നതാണ് AIDS എന്ന് പറയുന്ന AIDS. AK, above the knee, മുട്ടിന് മുകളിൽ. വീണ്ടും AKA വന്നിട്ട് above the knee amputation. ഓക്കെ, അപ്പൊ രണ്ടും രണ്ടാണ്. above the knee മാത്രം ഉള്ളതുകൊണ്ട് above the knee amputation ഉണ്ട് AKA. അടുത്ത A ലൈൻ, ആർട്ടേറിയൽ ലൈൻ. A ലൈൻ എന്ന് പറയുന്നത് ആർട്ടേറിയൽ ലൈൻ എന്നാണ്. AMA, അഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഇതെവിടെയൊക്കെ നമ്മൾ കേട്ടതായിരിക്കും, നിങ്ങൾക്ക് എടുക്കുന്ന ചാപ്റ്റേഴ്സിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇൻപേഷ്യൻസ് ആയിരിക്കുന്ന ആളുകള് ഡിസ്ചാർജ് ചെയ്യുന്ന പ്രോസസ്സിൽ വരുന്ന ചെറിയ കാര്യമാണ് ഇതിനകത്ത്. ഡിസ്ചാർജ് പ്രോസസ്സിൽ അല്ലെ, അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം അത് ഡോക്ടറിന്റെ ഒരു കാര്യങ്ങൾ പ്രകാരമാണ് പേഷ്യന്റിനെ എപ്പോൾ ഡിസ്ചാർജ് ചെയ്യണം എന്നുള്ളത്. After all, it is vested upon them. ഡോക്ടേഴ്സിലാണ് അത് നിക്ഷിപ്തമായിരിക്കുന്നത് എപ്പോഴാണ് ഒരു പേഷ്യന്റിനെ എന്താ പറയാ ഡിസ്ചാർജ് ചെയ്യുന്നത്. ചിലപ്പോൾ മരുന്നുകൾ കോഴ്സ് തീർന്നതാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാ ടെസ്റ്റും ഒക്കെ കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്, ആ രീതിയിലാകാം. അതൊക്കെ നോക്കിയിട്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. പക്ഷേ in some cases, certain cases, the patient may demand for their discharge. അവരെ ഡിസ്ചാർജ് ചെയ്യുന്നത് പേഷ്യൻസ് അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി ഓൺ ദെയർ ഓൺ റിസ്ക്. അതായത് പേഷ്യൻസിന്റെ റിസ്കിൽ പ്രകാരമായിരിക്കും. അതിനെയാണ് ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത്. ലീവ് എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസ് പ്രകാരം എന്ത് ചെയ്യുന്നു, ലീവ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് ലീവ് ഇല്ല, അതിന് പകരം എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് എന്ന് പറയുന്നത് ലാമയാണ് അത്. മറ്റേത് AMA. ഓക്കെ, AMB, ആംബുലേറ്ററി എന്നാണ് അതിന്റെ മീനിങ്. AMB ഷോർട്ട് ഫോം ആക്കിയാണല്ല ഇതിരിക്കുന്നത്. ആംബുലേറ്ററി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നതിന് പകരം അവര് പ്രിസ്ക്രിപ്ഷനിലൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് AMB ഉപയോഗിക്കും. AMI, അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് AMI. AMS, ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ് ആണ്. ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസിനെ സൂചിപ്പിക്കാൻ AMS ഉപയോഗിക്കുന്നു. ANT, ആന്റീരിയർ. ANT, ആന്റീരിയർ. അടുത്ത AO into 4 ആണ്. ഒരു into 4 ഇട്ടിട്ടുണ്ട്. അലേർട്ട് ആൻഡ് ഓറിയന്റഡ് ടു പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ്. അതായത് അത് എന്താ പറയാ, അലേർട്ട്, ഓറിയന്റഡ് ടു പേഴ്സൺ, അതാണ് into 4 കൊണ്ട് 4 കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, അറേഞ്ച്മെന്റുകളും അലേർട്ടും ഒക്കെ ശ്രദ്ധയും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാര്യം. അതായത് പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് ആ പേഴ്സൺ ഇരിക്കുന്ന സ്ഥലം, പ്ലേസ്, ടൈം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ into 4 കൊണ്ടാണ് പേഴ്സൺ, പ്ലേസ്, ടൈം ആൻഡ് സെൽഫ് എന്ന് പറയുന്നത്. AO into 4. AP, ആൻറ്ററോ പോസ്റ്റീരിയർ, ഫ്രണ്ട് ടു ബാക്ക്, മുകളിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് എന്ന് പറയുന്ന ഒരു ആക്ഷൻ, ആ ഒരു പൊട്ടൻഷ്യൽ ആക്ഷൻ ആണ്. അതിനെ ഉദ്ദേശിക്കുന്നതാണ് ആർട്ടേറിയൽ പ്രഷർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആർട്ടേറിയൽ പ്രഷർ അല്ലെങ്കിൽ ആൻറ്ററോ പോസ്റ്റീരിയർ എന്ന് പറയുന്നതും ഒക്കെ AP-നെ ഷോർട്ട് ചെയ്ത് പറയുന്നതാണ്. APC, ആർട്ടേറിയൽ പ്രിമച്വർ കോംപ്ലക്സ്. അതായത് ആക്ടിവേറ്റഡ് പ്രോട്ടീൻ, C, ആസ്പിരിൻ, കാഫിൻ ഒക്കെ പറയുന്നത് അതൊന്നും ആവശ്യമില്ല. APC, ആർട്ടേറിയൽ പ്രിമച്വർ കോംപ്ലക്സ്, അത് മാത്രം ഓർത്താൽ മതി. ഓക്കെ, AQ, അക്വ എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ AQ വാട്ടർ ആണ്. ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആണ്. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ARDS എന്ന് പറയുന്നത്. ASA, ആസ്പിരിൻ എന്ന് മാത്രമേ ഉള്ളൂ. ASA ആസ്പിരിൻ ആണ്. ASAP, as soon as possible, നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട്, അത് നേരത്തെ എവിടെയെങ്കിലും ഒക്കെ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ടാകും. ASHD, ആസ്റ്റീരിയോ സ്ക്ലെറോട്ടിക് ഓർ ആർട്ടീരിയോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. ഹാർട്ട് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താ പറയാ അബ്രീവിയേഷൻ ആണ് ASHD. അടുത്തത് AV എന്നോ അല്ലെങ്കിൽ A-V എന്നോ ഇട്ടാൽ ആൻഡ്രോവെൻട്രിക്കുലർ, ആൻഡ്രോവീനസ് എന്നൊക്കെ അർത്ഥമുള്ള ഒരു എക്സ്പാൻഡഡ് ഫോം ആണ് AV അല്ലെങ്കിൽ A-V. ഓക്കെ, ഇനി ഇതിൽ മാർക്ക് ചെയ്യേണ്ടത് പറയാം, വേഗം മാർക്ക് ചെയ്യാം. ഒന്നാമത്തെ AIDS ആണ്, AIDS. AIDS, AMA, AIDS, AMA, ARDS, and ASAP, as soon as possible. ASAP 4 വേർഡുകളെ നിങ്ങൾക്ക് അബ്രീവിയേറ്റഡ് ഫോമുകളും അതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിക്കാം. AIDS, AMA,
ARDS and ASAP. Okay. അടുത്ത് നോക്കാം. ട്രിപ്പിൾ ബി ആണ്. BBB. ഇതാണ് BBB. ഓക്കെ. BBB എന്താണ്? ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ് കേട്ടോ. ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്. ടെക്സ്റ്റ് BID അല്ലെങ്കിൽ BD രണ്ടും ഉപയോഗിക്കാം. ട്വൈസ് ഡെയിലി, ഒരു ദിവസം 2 നേരം എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് BID അല്ലെങ്കിൽ BD ഉപയോഗിക്കാം. BKA ബിലോ ദ നീ ആംപ്യൂട്ടേഷൻ. നമ്മൾ നേരത്തെ എന്താ പറയാ BKA ആണ്. BK എന്ന് പഠിച്ചു. BKA ബിലോ ദ എന്താ പറയാ നീ ആംപ്യൂട്ടേഷൻ. നേരത്തെ നമ്മൾ AKA ആണ്. എബവ് ദ നീ ആംപ്യൂട്ടേഷൻ ആണ്. എബവ് ദ നീ, മുകളിലുള്ളത്, മുട്ടിന് മുകളിലുള്ളത്. ഇത് ബിലോ ദ നീ ആണ് കേട്ടോ. PM ബോവൽ മൂവ്മെന്റ്, നമ്മുടെ വയറിനകത്തുള്ള ചില ചലനങ്ങളാണ് ബോവൽ മൂവ്മെന്റ്. BP അറിയാം, ബ്ലഡ് പ്രഷർ ആണ്, അതൊക്കെ നമ്മുടെ യൂസേജിലുള്ളതാണ്. BS ബാച്ചലർ ഓഫ് സയൻസ്, അത് കേട്ടിട്ടുണ്ട്. BSA ബോഡി സർഫസ് ഏരിയ, ബോഡി സർഫസ് ഏരിയ. അടുത്തത് BX ഇമ്പോർട്ടന്റ് ആണ്. ബയോപ്സി എന്നതിനെ സൂചിപ്പിക്കാനാണ് BX ഉപയോഗിക്കുക. ബയോപ്സി നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പദമാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം ഓർത്തിരിക്കുക. BX സ്മോൾ ലെറ്റേഴ്സ് ആണ് ഓർക്കുക. അപ്പൊ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുമ്പോ ആ വേർഡ് തന്നെ എക്സ്പാൻഡ് ചെയ്തേക്കണമല്ല, ഓരോ അക്ഷരം എക്സ്പാൻഡ് ചെയ്തേക്കണമല്ല എന്നുകൂടി ഓർത്തിരിക്കാം നിങ്ങൾ. അടുത്തത് സീയുടെ ഒരു ഹൈഫൺ, വിത്ത്, അതിനോടൊപ്പം എന്നർത്ഥം. അടുത്തത് 1 to 8 ആണ്, അത് പറഞ്ഞു കേട്ടോ. അടുത്തത് ഡിഗ്രി സെൽഷ്യസിനെ സൂചിപ്പിക്കുക. സി ഇട്ടിട്ട് മുകളിൽ ഒരു 0. ഓക്കെ, അതേതാ? ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഊഷ്മാവ്, ടെമ്പറേച്ചർ ഒക്കെ പറയുമ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്, അതാണത്. CA കാൽഷ്യം. സി ക്യാപിറ്റൽ ലെറ്ററും A സ്മോൾ ലെറ്ററും ഉണ്ടാവുന്നേക്കണം, അതുകൊണ്ട് കാൽഷ്യം. അതേസമയം സിയും എയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വരുന്നത് കാർഡിയാക് അറസ്റ്റ് എന്നാണ്. ഓക്കെ, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക് ആണ്. CABG നമ്മൾ കേട്ടിരിക്കുന്ന ഒരു പദമാണ്, കാരണം നമ്മൾ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താ പറയാ വൈഡസ്റ്റ് ഏരിയ, എന്താ പറയാ ഏറ്റവും കൂടുതൽ ഏരിയ ഓഫ് ഹാർട്ട് ഡിസീസസ് എന്താ പറയാ ഇൻവോൾവ് ചെയ്യുന്നത് CAD ആണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്. അപ്പൊ അത്തരം കൊറോണറി ആർട്ടറി ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ വരുന്ന ആളുകളുടെ ഈ ആർട്ടറീസിലെ പ്ലാക്സ് ഇങ്ങനെ വന്ന് ഫോം ചെയ്ത് അടിഞ്ഞടിഞ്ഞു കൂടി ബ്ലഡ് പാസേജിനെ അല്ലെങ്കിൽ ബ്ലഡിന്റെ ഫ്ലോയിനെ ഹാർട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നത് തടസ്സപ്പെടുത്തുന്നു. അത് റിമൂവ് ചെയ്യാൻ, അത്തരം ബ്ലോക്സ് റിമൂവ് ചെയ്യാൻ, അതായത് ആർട്ടറീസ് ഒക്കെ ഇങ്ങനെ ചെറുതി അതിനകത്തുള്ള പ്ലാക്സ് ഒക്കെ കളഞ്ഞ് കൊടുത്ത് അതിന് നമ്മുടെ ഫ്ലോ കറക്റ്റ്, ബ്ലഡ് പാസേജ് ഒക്കെ കറക്റ്റ് ആക്കാനും, ആൻഡ് ഓൾസോ ടു ഡിക്രീസ് എന്താ പറയാ നമ്മുടെ ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദനയൊക്കെ കുറയ്ക്കാൻ, അതുപോലെ നമുക്ക് കൂടുതൽ ലൈഫ് എക്സ്പെക്ടൻസി കിട്ടാൻ, കുറച്ചുകൂടി ആയുർദൈർഘ്യമൊക്കെ കൂട്ടി കിട്ടാനുള്ള ഒരു മാർഗം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് CABG, കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ഓർ ഗ്രാഫ്റ്റിംഗ്, എങ്ങനെ പറയാം കേട്ടോ. അപ്പൊ CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ്. CAD കൊറോണറി ആർട്ടറി ഡിസീസ് ആണ്, നമുക്ക് പരിചയമുണ്ട്. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആണ് കേട്ടോ. CBC കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്. അടുത്ത CC ക്യൂബിക് സെന്റിമീറ്റർ ആണ്. CC ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. CC ഓർ C/C എന്താണ്? ചീഫ് കംപ്ലൈന്റ് ആണ്, ചീഫ് കംപ്ലൈന്റ്. ഓക്കെ, അടുത്തത് CCU കൊറോണറി കെയർ യൂണിറ്റ് ആണ്, കൊറോണറി കെയർ യൂണിറ്റ് ആണ് CCU. അടുത്തത് CHF ആണ്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. CHF കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിനെ സൂചിപ്പിക്കുന്ന ലെറ്റേഴ്സ് ആണ്. അത് CL ക്ലോറൈഡ്, CL ക്ലോറൈഡ് ആണ്. CM സെന്റിമീറ്റർ നമുക്ക് യൂസേജിലുള്ളതാണ്. CM ക്യൂബ് സെന്റിമീറ്റർ ക്യൂബിനെ സൂചിപ്പിക്കുന്നതാണ്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്. CNS സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ ഇത്രയും അബ്രീവിയേഷൻസ് ആണ് നമുക്ക് ഈ ഒരു പേജിലുള്ളത്. അപ്പൊ 30 തുടങ്ങിയുള്ള 30 തുടങ്ങി 50, 52 വരെയുള്ള അബ്രീവിയേഷൻസിൽ മാർക്ക് ചെയ്യേണ്ടത് പറയാം. BBB ഒന്നാമത്തെ, 30ാമത്തെ ട്രിപ്പിൾ B, അടുത്ത BP ബ്ലഡ് പ്രഷർ, അടുത്ത BX ബയോപ്സി, അടുത്ത CA കറക്റ്റ് കാർഡിയാക് അറസ്റ്റ്, CA. അടുത്തത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ്, CABG. അടുത്തത് കൊറോണറി ആർട്ടറി ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ്. അടുത്തത് CNS സെൻട്രൽ നെർവസ് സിസ്റ്റം.
സെൻട്രൽ നെർവസ് സിസ്റ്റം. എത്ര മാർക്ക് ചെയ്തു? 7 യെസ് 7 അതായത് 30th one 30ാമത്തെ 34th 41st 42 and 43 and 52 7 മാർക്ക് ചെയ്തത്. ഓക്കെ, അടുത്ത അബ്രിവിയേഷൻ C/O. ഒക്കെ സ്മോൾ ലെറ്റേഴ്സ് ആണ്. സി ഇട്ടിട്ട് ഒരു /O. എന്താ? കംപ്ലൈനിങ് ഓഫ്. കംപ്ലൈന്റുകളൊക്കെ ഇന്നതിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന പ്രിസ്ക്രിപ്ഷനിലോ മറ്റു കാര്യത്തിലും സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് എഴുതുന്നതൊക്കെ ആയിരിക്കാം. അടുത്തത് CO. രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. കാർഡിയാക് ഔട്ട്പുട്ട് എന്നാണ്. CO കാർഡിയാക് ഔട്ട്പുട്ട്. അടുത്തത് CO2. ഈ CO2 എഴുതിയിരിക്കുന്നത് ഇങ്ങനെ C ഇട്ടിട്ട് O, പിന്നെ താഴെയായിട്ടാണ് ഒരു O2 എഴുതുക കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എഴുതാറുണ്ടല്ലോ, ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. CO2 ഇങ്ങനെയാണ് എഴുതാ. CO2 മനസ്സിലായിട്ടാവുമല്ലോ. അല്ലാതെ അതിന്റെ ഒപ്പം തന്നെ 2 എഴുതില്ല കേട്ടാ. കാർബൺ ഡൈ ഓക്സൈഡ്. COLD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ്. കോൾഡ് എന്ന് പറയില്ല, നമുക്ക് കോൾഡാന്ന് നമ്മൾ പറയില്ലേ, തുമ്മല് ചീറ്റിലൊക്കെ വരുമ്പോൾ നമ്മൾ പറയും കോൾഡാന്ന് അല്ലെ. ലങ് ഡിസീസ് ആണ്. ക്രോണിക് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ആണ്. ആ LD എന്ന് പറയാം, അവിടെ ലങ് ഡിസീസ് ആയിരുന്നു. ഇത് അങ്ങനെയാണെങ്കിൽ PD പറഞ്ഞേ. അപ്പൊ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ CP ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ കെമിക്കലി പ്യുവർ, അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി. ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് CP ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് CPR ആണ്. കാർഡിയോ പൾമുലറി റെസിസിറ്റേഷൻ എന്ന് പറയുന്നതാണ് CPR. കൊടുക്കാറുണ്ടല്ലോ അല്ലെ. CPR നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കൃത്രിമ ശ്വാസമാണ്. അതായത് നമ്മുടെ ഹാർട്ട് അറ്റാക്സ് മൂലം പെട്ടെന്നൊക്കെ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ അതൊരു ഹാർട്ട് അറ്റാക്സിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കി നമ്മൾ കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് ഏരിയയാണ് കാർഡിയോ പൾമുലറി റെസിസിറ്റേഷൻ എന്ന് വിളിക്കുക. അപ്പൊ CPR എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വരിക. CRNA സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ്. അനസ്തെറ്റിസ്റ്റ് നമ്മുടെ നേഴ്സുമാരായിട്ടുള്ള എല്ലാവർക്കും അനസ്തീഷ്യാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാ നേഴ്സുമാർക്കും. അപ്പൊ അതിൽ സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കുള്ളൂ അത്തരം നേഴ്സസ്. അവരെ പറയുന്ന പേരാ സർട്ടിഫൈഡ് രജിസ്റ്റേർഡ് നേഴ്സ് അനസ്തെറ്റിസ്റ്റ്. CRNA എന്നാണ് അവരെ സ്പെസിഫൈ ചെയ്ത് അബ്രിവിയേറ്റഡ് ഫോമിൽ വായിക്കുക. CRT കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ് എന്നാണ് വായിക്കുക. കാപ്പിലറി റീഫിൽ ടൈം കാഥോഡ് റേ ട്യൂബ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അതിന്റെ ഫുൾ ഫോംസ് ആണ് അറിയേണ്ടത്. അടുത്തത് CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ്. CSF സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. CSM കാരോട്ടിഡ് സൈനസ് മസാജ്, അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്നും വിളിക്കും. കാരോട്ടിഡ് സൈനസ് മസാജ് എന്നോ സെറിബ്രോ സ്പൈനൽ മെനിഞ്ചൈറ്റിസ് എന്നോ രണ്ട് രീതിയിലും CSM ഉപയോഗിക്കുന്നുണ്ട്. CVM സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്ന മറ്റൊരു രീതിയാണ്. CVM ഇതാണ് സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ്. CVP സെൻട്രൽ വീനസ് പ്രഷർ ആണ്. CVP. CHR ചെസ്റ്റ് എക്സ്റേ എന്നാണ്. ചെസ്റ്റ് എക്സ്റേനെയാണ് CXR എന്നതുകൊണ്ട് സൂചിപ്പിക്കുക. അടുത്തത് D&C ഡൈലേഷൻ ആൻഡ് ക്യൂറേജ്. എന്താണ് ഡൈലേഷൻ ആൻഡ് ക്യൂറേജ്? നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, D&C എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് യൂട്രസിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെ ചുരട്ടി കളഞ്ഞ് റിമൂവ് ചെയ്യുന്നതിനെയാണ് ഡൈലേഷൻ ആൻഡ് ക്യൂറേജ് D&C എന്ന് വിളിക്കുക. ഒരു പ്രൊസീജിയർ ആണ്. D/C എന്നാണ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യേണ്ടാന്ന്, അതിന്റെ ഓപ്പോസിറ്റ് ആണ്. DIFF ഡിഫറൻഷ്യൽ എന്നാണ് അതിന്റെ ഫുൾ ഫോം. മീൻസ് ആ ഒരു DIFF ഷോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്നു, അബ്രീവിയേറ്റഡ് അല്ല, എക്സ്പാൻഡഡ് ഫോം അല്ല, അത് ചെറുതാക്കി ഉപയോഗിക്കുന്ന. DIG ഡിഗോക്സിൻ ആണ് DIG. DM ഡയബറ്റിസ് മെലിറ്റസ്. DM എന്ന് പറഞ്ഞാൽ DO ഡെഡ് ഓൺ അറൈവലിന്റെ സമയത്ത് മരിച്ചു, അതാണ് DON. DOE ഡിസ്പ്നിയ ഓൺ എക്സേർഷൻ. ആണ് DOE-ന്റെ ഷോർട്ട് ഫോം ആയിട്ട് വരിക. DON ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ആണ്. നഴ്സിംഗിന്റെ ഡയറക്ടർ ആണ് DON. അപ്പൊ ഇത്രയും വേർഡാണ് നമ്മളുടെ ഈ ഒരു പേജിലുള്ളത്. അബ്രീവിയേഷൻസിൽ 53 മുതൽ 74 വരെ ഉള്ളതിൽ മാർക്ക് ചെയ്യേണ്ടത് CO2.
മാർക്ക് ചെയ്യുക. CO2. Next one COLD. COLD. Next one COPD. 57, 55, 56, 57 മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് 59 ആണ് CPR, കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ. 59. നെക്സ്റ്റ് വൺ 65 CVP. CVP. നെക്സ്റ്റ് 67 D and C. അടുത്തത് 72 DOA. അത് DON. DON എത്ര മാർക്ക് ചെയ്തു? എത്ര മാർക്ക് ചെയ്ത് നോക്ക്. 8 എണ്ണം. കറക്റ്റ് ആണ്. എട്ടെണ്ണം എല്ലാവർക്കും കിട്ടിയോ? ഇല്ല, എട്ടെണ്ണം കിട്ടിയില്ല. നമ്പർ ഇട്ടോട്ടെ. 6 കിട്ടിയുള്ളൂ. ഒന്നൊരു പറയാം. CO2 55, 56, 57. അപ്പൊ 3 എണ്ണായോ? CPR അപ്പൊ 4 എണ്ണായോ? CVP സെൻട്രൽ വീനസ് പ്രഷർ. D and C. DOA dead on arrival and DON director of nursing. Okay, കിട്ടിയില്ലേ? Okay. Yes, അടുത്ത പേജ്. DOA നമ്മൾ പറഞ്ഞു, ഡെഡ് ഓൺ അറൈവൽ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ മറ്റൊരെണ്ണാണ് DOS, ഡെഡ് ഓൺ സീൻ ആണ്. സീൻ. ഓക്കെ, ഡെഡ് ഓൺ സീൻ ആ സൈറ്റില്. അപ്പോ DOS ആണ് അതിന് സൂചിപ്പിക്കുക. DPT ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ടോക്സോയിഡ്സ് വാക്സിൻ. DPT ഒരു വാക്സിൻ ആണ്. DST ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിംഗ്. ഡ്രൈ സ്റ്റെറൈൽ ഡ്രസ്സിങ്ങിനെയാണ് DST എന്ന് വിളിക്കാം. BTAP നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അതിന് ചെറിയ വ്യത്യാസം. ഡിഫ്തീരിയ, ടെറ്റനസ് ടോക്സോയിഡ്സ് ആൻഡ് അസെല്ലുലർ പെർട്ടോസിസ് വാക്സിൻ ആണ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി. DTP വീണ്ടും നേരത്തെ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നത്. DPT എന്നും DTP എന്നും പറഞ്ഞിട്ട് രണ്ടും ഒന്ന് തന്നെയാണ് എഴുതിയേക്കണേ. രണ്ടും ഒരേ അബ്രിവിയേഷൻ ഫോം ആണ്. അടുത്ത DTS ഡെലിറിയം ട്രെമൻസ് എന്നാണ്. ഡെലിറിയം ട്രെമൻസ് ആണ് DTS എന്ന് ഉദ്ദേശിക്കുന്നത്. DT സ്മോൾ ലെറ്റേഴ്സ് ആണ്. അത് DVT ഡീപ്പ് വീനസ് ത്രോംബോസിസ്. DVT ഡീപ്പ് വീനസ് ത്രോംബോസിസ്. അടുത്ത D5W. D 5 ഇട്ടിട്ട് പിന്നെ ഒരു W. അതിന്റെ അർത്ഥം ഡെക്സ്ട്രോസ് 5% ഇൻ വാട്ടർ എന്നാണ്. ഡെക്സ്ട്രോസ് 5% വാട്ടറിൽ എന്നാണ് D5W ഉപയോഗിക്കുക. അടുത്ത DX എന്താ? ഡയഗ്നോസിസ്. നിങ്ങൾ ചില ചാർട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിന് DX എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഡയഗ്നോസിസ് ചെയ്തിരിക്കുന്ന രീതിയോ മറ്റു കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാനാണ് DX ഉപയോഗിക്കുക. അടുത്തത് ECG ഇലക്ട്രോ കാർഡിയോഗ്രാം. ECGയും അതുപോലെ തന്നെ EKG അത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ സൂചിപ്പിക്കാൻ. ഇലക്ട്രോ കാർഡിയോഗ്രാം ഈസ് അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം ഈസ് ECG or EKG. രണ്ടും തന്നെയാണ് കേട്ടോ. ECG, EKG. അടുത്ത ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ED എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. EDC എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെന്റ് ആണ്. എസ്റ്റിമേറ്റഡ് ഡേറ്റ് ഓഫ് കൺസൈൻമെന്റ് EDC. അടുത്തത് EEG ഇലക്ട്രോ നെഫ്സാൽ EEG അതെ EEG ഇലക്ട്രോ എൻസെഫാലോഗ്രാം. എൻസെഫാലോഗ്രാം ആണ് EEG. ഇലക്ട്രോന്റെ E വന്നിട്ട് എൻസെഫാലോന്റെയും E വന്നിട്ട് പിന്നെ ഗ്രാമിന്റെ G ആണ് കേട്ടോ. EEG. അടുത്തത് ഇയും ജിയും സ്മോൾ ലെറ്റേഴ്സ് ആണ്. ഒരു കോമന്റ് എഴുതിയിരിക്കുന്നത്. അത് ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഈ ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മൾ നേരത്തെ പറഞ്ഞു. ECGയും അതുപോലെ EKGയും ഉപയോഗിക്കുന്നുണ്ട്. ENT നമുക്ക് അറിയാവുന്നതാണ്. ഇയർ നോസ് ത്രോട്ട്. ER എമർജൻസി റൂം ആണ്. ET അതുപോലെ തന്നെ വേറെ ഒരെണ്ണമുണ്ട് ETT. ഇത് രണ്ടും ഒന്ന് തന്നെയാ. ETയും ETTയും എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്. എൻഡോട്രക്കിയൽ ട്യൂബിനെ ET എന്നോ ETT എന്നോ സൂചിപ്പിക്കാം. ഓക്കെ. അടുത്ത ETA എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ ETA.
അത് ETOH എത്തൈൽ ആൽക്കഹോൾ ആണ്. എത്തൈൽ ആൽക്കഹോളിനെ സൂചിപ്പിക്കാൻ ETOH ആണ് ഉപയോഗിക്കുക. ETയും നേരത്തെ പറഞ്ഞു എൻഡോട്രക്കിയൽ ട്യൂബിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തത് ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. തെർമോമീറ്റർ പോലെ തന്നെ വേറെയും എന്താ പറയാ മെഷർ ചെയ്യാനുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ളതാണ്. പക്ഷെ അത് വേറെ വാല്യൂ മെഷർ ഓഫ് യൂണിറ്റ് ആണ് ഡിഗ്രി ഫാരൻഹീറ്റ്. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് ഉണ്ട്. ഡിഗ്രി ഫാരൻഹീറ്റ് സൂചിപ്പിക്കാൻ ഒരു 0 to F, മറ്റേതാണെങ്കിൽ 0 to C ആണ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ പേജിലുള്ളത്. അതിന്റെ അബ്രിവിയേറ്റഡ് ഫോം മാർക്ക് ചെയ്യേണ്ടത് DOS 75-76, DOS-ഉം DPTയും. DPTയും DTPയും റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെയാണ് വന്നേക്കുന്നത്. അപ്പൊ രണ്ടും ടിക്ക് ചെയ്തോ. DOS, DPT, DTP. അടുത്തത് DTS, ഡെലിറിയം ട്രെമൻസ്, അത് മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് വൺ EKG, ECG രണ്ടും തന്നെയാണ്. ഇലക്ട്രോ കാർഡിയോഗ്രാം, ECGയും അതുപോലെ EKG. പിന്നെ ETTയും ETയും അത് രണ്ടും ഒന്ന് തന്നെയാണ്. എൻഡോട്രക്കിയൽ ട്യൂബ് ആണ്. ETT ആൻഡ് ET രണ്ടും ഒന്ന് തന്നെയാണ്. കിട്ടിയോ? തരുണ്ട് കിട്ടിയില്ല? പറയാം. എട്ടെണ്ണോ? എട്ടെണ്ണം ശരിയാ. 76, 75, 76, 79, 80, 79, 80. പിന്നെ 84, 89, 92, 96. എട്ടെണ്ണായി നോക്കിയേ. ഓക്കെ, അടുത്ത പേജ് എടുക്കാം. രണ്ട് പേജ് കൂടിയും പറയണുള്ളൂ, കൂടുതലായി കഴിഞ്ഞാൽ ബോറടിക്കും. ഓക്കെ, അടുത്ത പേജ് നോക്കാം. പരമാവധി നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്ക് ചെയ്യാൻ, നമുക്ക് പഠിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാ. അടുത്തത് FiO2, FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് O2 എന്ന് പറയുന്ന ഓക്സിജനെ സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ FiO2 ആണ് സൂചിപ്പിക്കുക. FiO2 ഫ്രാക്ഷൻ ഓഫ് ഇൻസ്പയർഡ് ഓക്സിജൻ. അടുത്തത് FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ FBS. Fe അയേൺ, അയേണിന്റെ അതേണൊക്കെ നേരത്തെ നമ്മള് Fe തന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു കേട്ടിട്ടുണ്ട് അല്ലെ. കെമിക്കൽ പീരിയോഡിക് ടേബിളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. Fe എന്ന് പറയുന്ന അയേണിനെ സൂചിപ്പിക്കുന്ന അതിന്റെ ഒരു രാസനാമം. FHR ഫെറ്റൽ ഹാർട്ട് റേറ്റിനെയാണ് FHR. FHT അതുപോലെ തന്നെ വേറൊരെണ്ണാണ് ഫെറ്റൽ ഹാർട്ട് ടോൺസ് ആണ്. മറ്റേത് റേറ്റും ഇത് ടോണും. അതാണ് FHR ആണെങ്കിൽ ഫെറ്റൽ ഹാർട്ട് റേറ്റും, അതുപോലെ FHT ആണെങ്കിൽ ഫെറ്റൽ ഹാർട്ട് ടോൺസുമാണ്. FHX, FH ഇട്ടിട്ട് ഇതിന്റെ അടുത്തൊരു X ഇട്ടിട്ട് അതെന്താ? ഫാമിലി ഹിസ്റ്ററി. ഫാമിലി ഹിസ്റ്ററിയിലൊക്കെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോന്നൊക്കെ ടീച്ചർ ഡോക്ടർമാർ ചോദിക്കുമല്ലോ. അതപ്പോ നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഈ രീതിയിലാണ്. FHX എന്നാണ്. അടുത്ത FN ഫെംറ്റോലിറ്റർ. ഫെംറ്റോലിറ്റർ ആണ് FL. F അതുപോലെ തന്നെ എല്ലും സ്മോൾ ലെറ്റേഴ്സിൽ ഉപയോഗിക്കുമ്പോൾ ഫ്ലൂയിഡ് എന്നാണ്. മറ്റേത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഫെംറ്റോലിറ്ററിന്റെ FLും ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. അസമയം താഴെയുള്ള FLും FLDയും അത് സ്മോൾ ലെറ്റേഴ്സിലാണ്. അതിന്റെ മീനിങ് ഫ്ലൂയിഡ് ആണ്. രണ്ടും ഒന്ന് തന്നെ അർത്ഥം. FL ആവാം, FLD ആകാം. അടുത്ത FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ സൂചിപ്പിക്കാൻ FSH ആണ്. FX ഫ്രാക്ചറിനെ സൂചിപ്പിക്കുന്നതാണ്. ഫ്രാക്ചർ FX. അടുത്ത G ഗ്രാം ആണ്. G ഗ്രാം ആണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം വരാ. GB ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ഗാൾ ബ്ലാഡർ ആണ്. ഗാൾ ബ്ലാഡർ GB. GI എന്നത് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനൽ. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റിനലിന് ആ ഒരു വേർഡ് മുഴുവൻ എഴുതുന്ന GI എഴുതിയാൽ മതി. അടുത്തത് GM ഗ്രാം ആണ്. GR ഗ്രീൻ ആണ്. GM ഗ്രാം, GR ഗ്രീൻ ആണ്. അടുത്ത GSW ഗൺഷൂട്ട് വൂണ്ടാണ്. ഗൺഷൂട്ട് വൂണ്ട് അതായത് എന്താ പറയാ ഈ ഗണ്ണുകൊണ്ടുണ്ടാകുന്ന ആ വെടി കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഉണ്ടാകുന്ന മുറിവ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഗൺഷോട്ട് വൂണ്ട്.
അങ്ങനത്തെ സംഭവം എഴുതാൻ വേണ്ടിയിട്ട് GSW എന്നേ ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയാ GTT ഡ്രോപ്സിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോം ആണ് GTT. GTT ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് അത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിനെ സൂചിപ്പിക്കാൻ GTT ഉപയോഗിക്കുന്നു. അത് GU എന്താണ്? GU ജെനിറ്റോ യൂറിനറി എന്നതിനെ സൂചിപ്പിക്കാൻ GU. ജെനിറ്റോ എന്നുള്ളത് ജിയുടെയും യൂറിനറി എന്ന് പറയുന്നത് യുവിന്റെയും GU. അത് GYN ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ സൂചിപ്പിക്കാനാണ് GYN ഉപയോഗിക്കുക. GYN ഗൈനക്കോളജി. H അവർ ആണ്, സ്മോൾ ലെറ്റർ H. ക്യാപിറ്റൽ ലെറ്റർ H ഹൈപ്പോഡെർമിക് ആണ്. ഹൈപ്പോഡെർമിക് എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. അത് H എന്നാണ് അതിന്റെ അബ്രീവിയേറ്റഡ് ഫോം, ഹൈപ്പോഡെർമിക്. ഓക്കെ, അപ്പൊ ഇത് വേഗം മാർക്ക് ചെയ്യാം. അതിൽ മാർക്ക് ചെയ്യേണ്ടത് 97 FiO2 fraction of inspired oxygen, and the FBS fasting blood sugar, FBS. അടുത്തത് FHR fetal heart rate, FHR. അടുത്തത് FL ഉം FLD യും ഫ്ലൂയിഡിന്റെ രണ്ടും ഉണ്ട്. ഫ്ലൂയിഡിന്റേത് FL ഉണ്ട് FLD ഉണ്ട്. അടുത്തത് GB ഗാൾ ബ്ലാഡർ, GB ഗാൾ ബ്ലാഡർ. GI ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയിലാണ് GI. Then GSW gunshot wound. GYN gynecology, and last H hypodermic ആണ് H. 8 വേർഡുകളാണ്, 9 വേർഡുകളാണോ നോക്കിയേ. ഉണ്ടോ 9 എല്ലാം? ഓക്കെ, ഇല്ല കേട്ടോ. എന്നിട്ട് പറയാം 98 98ാമത്തെ 100 104 105 109 110 113 117 അത്രയുള്ളൂ. 4 എട്ടണം. H ഉണ്ടാവും, പറഞ്ഞോ. H ഏത്? പറയാവുന്നൂടി. 98 100 104 105 109 110 113 117 അത്രേ ഉള്ളൂ. H ഇല്ല. അതിന്റെ ലാസ്റ്റ് പേജിൽ കൂടി ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. 121st വൺ H and H ആണ്. H and H ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമാറ്റോക്രിറ്റും ഹീമോഗ്ലോബിനും H and H ആണ്. H and P ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ ആണ്. ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ H and P ആണ് അത് ഉപയോഗിക്കുന്നത്. അടുത്തത് H/A ആണ്, ഹെഡേക്ക്. H/A ഹെഡേക്കിനെ സൂചിപ്പിക്കാനാണ് H/A ഉപയോഗിക്കുക. HB ഹീമോഗ്ലോബിൻ ആണ്. HGB അതും ഹീമോഗ്ലോബിൻ ആണ്. രണ്ടെണ്ണമുണ്ട്, HGBയും HBയും. HGBയും രണ്ടും ഹീമോഗ്ലോബിനെ സൂചിപ്പിക്കുന്ന ഷോർട്ട് ഫോംസ് ആണ്. അടുത്ത HCT ഹെമറ്റോക്രിറ്റ് ആണ്. ഹെമറ്റോക്രിറ്റിന് HCT എന്ന് ഉപയോഗിക്കുന്നുണ്ട്. HG മെർക്കുറിയെ സൂചിപ്പിക്കുന്ന അബ്രീവിയേഷൻ ആണ് HG, മെർക്കുറി. നെക്സ്റ്റ് HH ഹൈറ്റൽ ഹെർണിയ. H ആണ് അതിന് സൂചിപ്പിക്കുന്നത്. മറ്റേത് H and H ആണ് കേട്ടോ, ഹീമോഗ്ലോബിൻ ആൻഡ് ഹെമറ്റോക്രിറ്റ്. ഇത് വെറും 2 Hകളാണ്. അടുത്ത HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് HIV എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. H2O താഴേക്ക് ഇറക്കി എഴുതണം. H2O ആണ്, വാട്ടർ ആണ്, വെള്ളത്തെ സൂചിപ്പിക്കുന്നതാണ് H2O. Then H2O2 ആണെങ്കിലോ ഹൈഡ്രജൻ പെറോക്സൈഡിനെ സൂചിപ്പിക്കുന്നതാണ്. H2O2. അടുത്ത HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ്.
HPI ഹിസ്റ്ററി ഓഫ് പ്രസന്റ് ഇൽനസ് ആണ് HPI ഉപയോഗിക്കാം. HR അവർ, HR അവർ ആണ്. HS അറ്റ് ബെഡ് ടൈം ആണ്. HS അറ്റ് ബെഡ് ടൈം. HTN ഹൈപ്പർ ടെൻഷൻ. HTN ഹൈപ്പർ ടെൻഷൻ ആണ് HTN. അടുത്തത് HTN HPN ഒക്കെ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് നേരത്തെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു. HX ആണ്, അത് ഹിസ്റ്ററി. DX ഡയഗ്നോസിസ് ആണ്. ഓക്കെ, അതേപോലെ HX ഉണ്ട്, അത് ഹിസ്റ്ററിനെ സൂചിപ്പിക്കുന്നതാണ്. അത് HZ ആണ്, ഹേർട്സ്. ഹേർട്സ് ആണ്, HERTS, ഹേർട്സ് HZ ആണ്. അത് I and O ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ആണ്. ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നതാണ് I and O എന്ന് പറയുന്നത്, ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്. അടുത്ത IC അതെന്താ, ഇൻട്രാ കാർഡിയാക്, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, പിന്നെ ഇറിറ്റബിൾ കോളൻ, ഇതൊക്കെ അതിന് ഉപയോഗിക്കുന്നതാണ് ഷോർട്ട് ഫോംസ് IC. ഇൻട്രാ കാർഡിയക്, അതുപോലെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, ഇറിറ്റബിൾ കോളൻ. അടുത്ത ICP ഇൻട്രാ ക്രാനിയൽ പ്രഷർ ആണ്. ഇൻട്രാ ക്രാനിയൽ പ്രഷർ, അതിനെ ICP എന്ന അബ്രീവിയേറ്റഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. I ഇൻട്രാഡേ ഉണ്ട്, അതുപോലെ ക്രാനിയൽ അതിന്റെ C ഉണ്ട്, പ്രഷറിന്റെ P ഉണ്ട്. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് നമുക്കറിയാം. അടുത്തത് IDDM ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ആണ്. അപ്പൊ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് നമുക്കറിയാം, ഇൻസുലിൻ എടുത്തിട്ട് ഷുഗർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് ഉപയോഗിക്കുന്നത്. IDDM എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം. അടുത്തത് IM ഇൻട്രാമസ്കുലർ. ഇൻട്രാമസ്കുലർ ആണ് IM-ന്റെ ഒരു എക്സ്പാൻഡഡ് ഫോം. ഇൻട്രാ I ആൻഡ് മസ്കുലർ M ആണ്, ഇൻട്രാമസ്കുലർ. ഓക്കെ, ആൻഡ് അതിനകത്ത് വരുന്നത് മാർക്ക് ചെയ്യാം. അതില് 122 122 H and B മാർക്ക് ചെയ്യാം. H and B. അടുത്തത് H/A ഹെഡ് ടേക്ക്, അത് മാർക്ക് ചെയ്യാം. H/A. അത് HB ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ HB. HGB HGB അതും ഹീമോഗ്ലോബിൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും മാർക്ക് ചെയ്യാൻ പറയാം. HB ഉണ്ട്, HGB ഉണ്ട്. ഓക്കെ, അടുത്ത HUV HIV. HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. HIV. അടുത്തത് H2O മാർക്ക് ചെയ്യുക. H2O. HTN ഹൈപ്പർ ടെൻഷൻ. HTN ഹൈപ്പർ ടെൻഷൻ. Next one ICU. ICU intensive care unit. ICU. Next IDDM. IDDM. മാർക്ക് ചെയ്തോ? എത്ര ഉണ്ട് നോക്കിയേ? 9 എണ്ണാണോ നോക്കിയേ? 9 എണ്ണം. ഓക്കെ, 9. ഓക്കെ, അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ആരെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കണേ. അവിടെ റേഞ്ച് പോയി, അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടാവില്ല. അപ്പൊ ഓരോ പേജില് എത്രാമത്തെ എണ്ണം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അബ്രീവിയേഷൻസ് ആണ് ചോദിക്കണമെങ്കിൽ അബ്രീവിയേഷൻസിൽ ഇത്ര നമ്പർ അതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് കൊടുക്കുക. അത് ഇങ്ങനെ എഴുതിയെടുക്കാനായിട്ട് എഴുതുന്നതിനേക്കാളും അതാണ്. അപ്പൊ മാർക്ക് ചെയ്യുമ്പോൾ അവര് മാർക്ക് ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് 1 പേജ് മാത്രമുള്ള, ലാസ്റ്റ് പേജിലത്തെ മാത്രമുള്ള. അപ്പൊ H and P 122, 122, 123, 124 അത് 3 അടുപ്പിച്ചിട്ടുണ്ട്. 122, 23, 24. അടുത്തത് 127, 129, 130. 127, 129, 130. അടുത്തത് 135, 135. അടുത്തത് 141 and 142. 141, 142. ഓക്കെ, അപ്പൊ ഇത്രയും വെച്ച് നിൽക്കാണ്. അപ്പൊ ഇന്നുണ്ട്. പക്ഷെ അടുത്ത ടീച്ചർക്ക് വേണമെങ്കിൽ ആ ടീച്ചറിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കയറാലോ. ടീച്ചറോടെ ടീച്ചിങ് ഞാൻ വിടാം. അല്ലെങ്കിൽ ഇത് കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ബോറടിക്കും. കാരണം ഇത് കുറച്ച് നീണ്ടു കിടക്കുന്ന ഒരു അബ്രിവിയേഷനും റൂട്ട് വേർഡ്സും
പ്രിഫിക്സും സഫിക്സും ഒക്കെയാണ്. അതിൽ നിന്ന് നിങ്ങളോട് മാർക്ക് ചെയ്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതെങ്കിലും നിങ്ങൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ഇതിനെ പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നേരത്തേക്ക്. അപ്പൊ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് തരുന്നത്. അപ്പൊ അതനുസരിച്ച് നിങ്ങളത് പ്രിപ്പയർ ആകുക. അതൊന്ന് എഴുതി ബുക്കിലൊക്കെ ഒന്ന് എഴുതി വെച്ച് അബ്രീവിയേഷൻ ആണെങ്കിൽ ഓരോന്നിന്റെ അബ്രീവിയേഷൻ എഴുതി വെച്ചിട്ട് അങ്ങനെ പഠിക്കാം. നമുക്ക് പഠിക്കാൻ തന്നേക്കുന്നത് മാത്രം നിങ്ങൾ ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കാം. അല്ലെങ്കിൽ എന്താ പറയാ എല്ലാം കൂടി കൂട്ടിയിരുന്ന് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോ അങ്ങനെ ചിലപ്പോൾ തലയിൽ കയറില്ല. അതിന് പകരമാണ് ഞാൻ പറഞ്ഞ ഇപ്പൊ പ്രിഫിക്സ് അതിനകത്ത് എന്തൊക്കെ മാർക്ക് ചെയ്തു, ആ പ്രിഫിക്സ് ഹെഡിങ് കൊടുത്ത മാർക്ക് ചെയ്ത് മുഴുവനും ബുക്കിൽ എഴുതിയെടുക്കുക. അതിന്റെ മീനിങ്ങും അത് പഠിക്കാം. സഫിക്സും അതുപോലെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രം എടുക്കുക, അത് എഴുതിയെടുത്ത് അത് പഠിക്കുക. അതുപോലെ അബ്രീവിയേഷൻസും. ഓക്കെ, അപ്പൊ അബ്രീവിയേഷൻസ് നമ്മൾ 142 വരെ 43 വരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബാക്കി ഭാഗം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സുകൾ ചിലപ്പോൾ ഞാനായിരിക്കും തന്നെ എടുക്കുക, എന്റെ ക്ലാസ്സിലായിരിക്കും. അതിന് മുമ്പ് ആർക്കെങ്കിലും ടീച്ചേഴ്സിന് അവരുടെ അവറിൽ കയറി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരായിരിക്കും എടുക്കുക. അപ്പൊ ആര് പറഞ്ഞാലും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുള്ളൂ. ബിക്കോസ് ഇത് വെറുതെ നമുക്ക് പറഞ്ഞ് ഓരോന്നിന്റെയും അബ്രിവേഷൻ. നമ്മളൊക്കെ എന്തോരം അബ്രിവേഷൻ ഒക്കെ പഠിച്ചിരിക്കുന്നു. ഇങ്ങനെ ആരും പറഞ്ഞു തരാണ്ടൊക്കെ നമ്മള് എന്തെങ്കിലുമൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടില്ലേ പണ്ടൊക്കെ? അപ്പൊ അതുപോലത്തെ ഒരു രീതിയാണ്. അപ്പൊ ഇത് ടീച്ചർ ആരെങ്കിലും കയറുമ്പോൾ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ ഓക്കെ തന്നെ, ബൈ. അടുത്ത ദിവസം കാണാം.